ഒരു സ്വർണ്ണമടിച്ചു മാറ്റൽ കേസ് അങ്ങനെ ചർച്ചയിൽ നിൽക്കുന്ന സമയത്താണ് കോടതിയിൽ നിന്നും അടിവസ്ത്രം അടിച്ചു മാറ്റി തിരിമറി നടത്തിയ കേസിൽ ഒരു മുൻമന്ത്രി കുറ്റക്കാരൻ എന്ന പ്രഖ്യാപനം. അയ്യേ എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് കൺട്രിമേൻ. ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയായി പോയി. അതായത് നമ്മുടെ കഥയുടെ ആരംഭം 90കളിലാണ്. 1990 ഏപ്രിൽ 4-ാം തീയതി അടിവസ്ത്രത്തിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചിട്ട് ഒരു വിദേശി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പറന്നിറങ്ങി. ആ ഇറങ്ങിയ പാടെ പോലീസിന്റെ പിടിയിലായി. അന്ന് ആ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണ മനസ്സോടെ ഇരു കൈ നീട്ടി ചെന്നതാരാ? നമ്മുടെ മുൻ ഗതാഗത മന്ത്രി, ഇപ്പോഴത്തെ MLA ശ്രീ ആന്റണി രാജു. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയ ഒരാളാണ്. അടിവസ്ത്രം വെട്ടിച്ചുരുക്കി അയാൾക്ക് പാകമല്ലാത്ത രീതിയിലാക്കി കളവ് കൃത്രിമം കാണിച്ച ഒരാൾ ആണ് അദ്ദേഹം. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. എന്നിട്ടാണ് ആ ആളെ ഇത് അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിലാക്കിയത്. അദ്ദേഹത്തിന് പരമയോഗ്യനായത് തന്നെ അത് തന്നെയാണ് ഏറ്റവും വലിയ യോഗ്യത. നല്ല രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും. നല്ല ചുറുചുറുക്കുള്ള ആളാണ്. കാര്യങ്ങൾ നല്ല ഭംഗിയായി നിർവഹിക്കാൻ പറ്റും. പിന്നെ ഈ മിടുക്കൊക്കെ എനിക്ക് ജന്മനാ കിട്ടിയെന്ന് ആൾക്കാര് പറയണേ. സ്വർണം അടിച്ചു മാറ്റുന്ന കള്ളന്മാരെ സംരക്ഷിക്കുന്നു പിണറായി വിജയൻ. അതുപോലെ തന്നെ അടിവസ്ത്രം അടിച്ചു മാറ്റുന്നവരെ സംരക്ഷിക്കുന്നു പിണറായി വിജയൻ. എല്ലാ പ്രശ്നത്തിലും നീ ഉണ്ടല്ലോ. ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. പക്ഷെ കോടതിക്ക് ഒരു വിശ്വാസവും ഉണ്ടായില്ല. നിരപരാധികളും ചില കാലഘട്ടങ്ങളിൽ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ചരിത്രമുണ്ട്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഈ ബുദ്ധിയൊക്കെ അച്ഛൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? കാണിച്ചു തരാം. ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ ഒന്ന് ഒടിപ്പിക്കാമോ? ഇതല്ല, ആ ഡ്രോയർ ഇതല്ല. യെസ്, 15 വയസ്സുകാരന് പോലും പാകമാകാത്ത ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ നിങ്ങൾക്ക് ധരിപ്പിക്കാമോ? അടിവസ്ത്രം എന്നും ഞങ്ങളുടെ ആന്റണി രാജു സാറിന്റെ വീക്ക്നെസ് ആയിരുന്നു. ഐ മീൻ ഈ കേസില്. അല്ലെങ്കിൽ പിന്നെ ഒന്നാം പ്രതിനെ സ്വാധീനിച്ചിട്ട് കോടതിയുടെ കൈവശം ഉണ്ടായിരുന്ന തൊണ്ടി മുതൽ അടിച്ചു മാറ്റി വെട്ടിക്കൂട്ടി ഈ കോലത്തിലാക്കുമായിരുന്നില്ലല്ലോ. നമുക്കറിയാവുന്ന മാർഗങ്ങൾ ഇതൊക്കെയല്ലേ ഉള്ളൂ. പക്ഷെ ഇത്ര കഷ്ടപ്പെട്ട് അടിവസ്ത്രം അടിച്ചു മാറ്റി വെട്ടിച്ചുരുക്കിയിട്ടും ഒരു കാര്യം ഉണ്ടായില്ല. സംഭവം നടന്ന് 10-35 കൊല്ലം കഴിഞ്ഞപ്പോ സത്യം പുറത്തു വന്നിരിക്കുന്നു. അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ. അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. അടിവസ്ത്രം അടിച്ചു മാറ്റി അത് വെട്ടിച്ചുരുക്കിയ കേസിൽ ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി. സബാഷ്. ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി. സ്വന്തമായിട്ടൊരു ജെട്ടി ഏറെ നാളായി കൊതിച്ചോരെ സ്വന്തമായിട്ടിരിക്കട്ടെ കാവാലം ജെട്ടി.